ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ ഫിസിക്സിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. 20 മാർക്ക് ആർക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് കാണാൻ വേണ്ടി കൂടിയിട്ടാണ്. സോ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതാണ് കാണാൻ പറ്റുക. ഒന്നാമത്തെ ജോഡി വായിച്ചിട്ട് അതിന്റെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തേത് പൂരിപ്പിക്കാനാണ് ചോദിക്കുക. സോ ഫസ്റ്റ് എന്താണ്? ഫോഴ്സ് അല്ലെ. ഇതിന്റെ അടുത്ത് ന്യൂട്ടൺ എന്ന് കാണിച്ചിട്ട് നമുക്കറിയാം ഫോഴ്സിന്റെ എന്താണ് ന്യൂട്ടൺ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, മാസിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ, അന്തരീക്ഷ മർദ്ദത്തിന്റെ അടുത്ത് ബാരോമീറ്റർ. നമുക്കറിയാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. സോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ലൗഡ്നെസ് അല്ലെ. ലൗഡ്നെസിന്റെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ അല്ലെ. ഡെസിബൽ മീറ്റർ അല്ലെ. ഡെസിബൽ മീറ്റർ ആണ് നമുക്കറിയാം. സോ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മാർക്ക് വീതം നമുക്ക് എന്ത് കഴിഞ്ഞു? കിട്ടിക്കഴിഞ്ഞെന്ന് മക്കൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? എയുടെയും ബിയുടെയും പൊളാരിറ്റി, ധ്രുവത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് എ അല്ലെ? ഇതൊരു രണ്ട് മാഗ്നറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇവർക്കിടയിൽ കുറെ വരകൾ ഉണ്ടല്ലോ. എന്താണ് ഈ വരകൾ? നമുക്കറിയാം ദസ് ലൈൻസ് ആർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെ. കാന്തിക ബലരേഖകളാണ് ഈ രണ്ട് മാഗ്നറ്റ്സിന് ഇടയിലുള്ളത്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കാന്തിക ബലരേഖകൾ എപ്പോഴും എന്നിൽ നിന്ന് തുടങ്ങി എസ്സിലാണ് അവസാനിക്കുക. എന്നിൽ നിന്നാണ് തുടങ്ങുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി മക്കളെ. ഇവിടെ ആരോ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നത്. സോ എ എന്ന് പറയുന്നത് നോർത്ത് പോളും ബി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സൗത്ത് പോളും ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അപ്പൊ അത്ര സിമ്പിൾ ആണ് അല്ലെ. 2 മാർക്കാണ് ഇതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഒരു കോൺകേവ് മിററിൽ സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ദ ഇമേജ് അല്ലെ. പ്രതിബിംബത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺകേവ് മിറർ എടുക്കാം. ഇതെന്ത് ചെയ്യാം? അതിന്റെ സിയിൽ എന്ത് ചെയ്യാം? ഒരു ഒബ്ജക്റ്റ് വെക്കാം. ഇവിടത്തെ ഒബ്ജക്റ്റ് ആരാ നോക്കിയാൽ നിങ്ങൾ? ദുൽഖർ സൽമാൻ ആണ് അല്ലെ. അപ്പൊ നോക്കിയോ, നമുക്കറിയാം നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാടാ? പാരലൽ ആയിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. ആ വരക്കൊരു പ്രത്യേകത ഉണ്ട് അല്ലെ. പാരലൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫോക്കസിലൂടെ കടന്നു പോകണം, നിർബന്ധമാണ്. ഫോക്കസിലൂടെ കടന്നു പോയിട്ടുണ്ട്. നെക്സ്റ്റ്, ഫോക്കസിലൂടെ ഒരു വര വരച്ചു കൊടുക്കുന്നു അല്ലെ. ഫോക്കസിലൂടെ ഒരു വര വരച്ചു കൊടുക്കുന്നു. ആ വര എന്ത് ചെയ്യണം? പാരലൽ ആയിട്ടും കടന്നു പോകണം അല്ലെ. കടന്നു പോകണം. അപ്പൊ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുക. ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആയിരിക്കും. അതാണ് സിയില് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇമേജും സിയിൽ തന്നെയാണ് ഫോം ചെയ്യാൻ. പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരേ സൈസ് ആയിരിക്കും. ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നതും 10 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഞാനിപ്പോ വെറുതെ ഒരു നമ്പർ കൊടുത്തു കേട്ടോ. ഓക്കെ, ഏതാണോ അതിന്റെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റിലാണ് ഒബ്ജക്റ്റും കിട്ടുക, ഇമേജും കിട്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എത്ര എന്നാണ് ചോദിക്കുന്നത്. ആവർത്തനം കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ആവർത്തനം M = എന്താണ്? HI/HO അല്ലെ. I എന്ന് പറഞ്ഞത് ഇമേജ് അല്ലെ, നമ്മുടെ പ്രതിബിംബത്തിന്റെ ഹൈറ്റ്. HO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ, വസ്തുവിന്റെ ഹൈറ്റ് ആണ്. സോ ഇവിടെ നമുക്കറിയാം ഇതിപ്പോ ഞാനൊരു 10 സെന്റിമീറ്റർ ണെങ്കിൽ ഇതെന്താണ്? ഇതും 10 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ. പക്ഷേ ഇത് താഴേക്കാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മൈനസ് എന്ന് എടുക്കണം. സോ നമ്മൾ കൊടുക്കും 10/-10 സമം എത്ര കിട്ടും? -1 അല്ലെ. 10 എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. വെറുതെ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. HI-യും HO-യും എന്താണ്? സമമാണ്, ഈക്വൽ ആണ്. സോ ഞാൻ എക്സാമ്പിൾ വെച്ച് കൊടുത്തു എന്ന് മാത്രം അല്ലെ. സോ HI/-HO രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് കിട്ടും -1 ആണ്. ക്ലിയർ ആയിട്ട് എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ ഹൈ പിച്ച് ആൻഡ് ലോ പിച്ച് സൗണ്ട്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സ്ഥായി കൂടിയതും സ്ഥായി കുറഞ്ഞതുമായിട്ടുള്ള സൗണ്ട്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെ. 2 മാർക്കിനാണ്. സോ 2 എക്സാമ്പിൾസ് എഴുതി കഴിഞ്ഞാൽ മതി. അപ്പം ഹൈ പിച്ച് സൗണ്ട്സ്, ഫീമെയിൽ സൗണ്ട്സ്, എന്റെ സൗണ്ട്സ് ഒക്കെ നിങ്ങളെ ചെവിയിൽ വന്ന് അലക്കുന്നില്ല. ആ സൗണ്ട് എന്ന് പറയുന്നത് ഹൈ പിച്ച്, സ്ഥായി കൂടിയ ശബ്ദമാണ്, സ്ത്രീ ശബ്ദം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്ക് വിസിലിന്റെ സൗണ്ട് അല്ലെ, നമ്മുടെ ചെവിയിൽ വന്ന് അലക്കുന്ന ഒരു സൗണ്ട് ആണ്. അതാണ് നമ്മളുടെ സ്ഥായി കൂടിയ മറ്റൊരു ശബ്ദം എന്ന് പറയുന്നത്. ഇനി പിച്ച് കുറഞ്ഞ സൗണ്ട്സ് അല്ലെ, സ്ഥായി കുറഞ്ഞ സൗണ്ട്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൽ വോയിസ്, പുരുഷന്മാരുടെ ശബ്ദം എഴുതാം. അതുപോലെ തന്നെ ഡ്രമ്മിന്റെ ശബ്ദം എഴുതാം. അതുപോലെ നമ്മളെ
സിംഹത്തിന്റെ അലർച്ച ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, if a swing completes 15 oscillations in 15 seconds, calculate its frequency. ഒരു ഊഞ്ഞാല് 15 സെക്കൻഡ് കൊണ്ട് 15 ദോലനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവൃത്തി എത്ര? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സോ F is equal to N/T എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. N എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള ഓസിലേഷൻസിന്റെ എണ്ണം, ദോലനങ്ങളുടെ എണ്ണമാണ്. അത് N സമം 15 ആണെന്ന് ഇവിടെ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റോ അതിനടുത്ത സമയം T സമം 15 സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. സോ 15 അല്ലെ. സോ F is equal to 15/15 ചെയ്താൽ നമുക്ക് കിട്ടും 1 എന്ന് എഴുതി കൊടുത്താൽ മാത്രം ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? ഹെഡ്സ് എന്നത് അല്ലെ, അതിന്റെ ഫ്രീക്വൻസിന്റെ യൂണിറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ എഴുതി കൊടുക്കണം. സോ 1 ഹെഡ്സ് എന്ന് വേണം ആൻസർ എഴുതി കൊടുക്കാൻ കേട്ടോ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് 3 മെത്തേഡ്സ് ടു റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ. ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ 3 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ്. സിമ്പിൾ അല്ലേ. കുറച്ച് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി എന്താണ്, എൻഷുർ സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് വർക്ക് പ്രോപ്പർലി അല്ലെ, വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധം പ്രവർത്തിക്കണമെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാരണം മരങ്ങൾക്ക് ഈ ശബ്ദങ്ങളെ അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് മസ്റ്റ് ബി യൂസ് ഇൻ പ്ലേസ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് അല്ലെ. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സിന് പകരം ബോക്സ് ടൈപ്പ് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരുപാട് എക്സാമ്പിൾസിന്റെ ജസ്റ്റ് ഞാൻ 3 ഇവിടെ ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം കേട്ടോ. 3 മാർക്കാണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക. എന്തോ നിങ്ങൾക്ക് എഴുതാം അല്ലെ. മരങ്ങളും വെച്ച് പിടിക്കുന്ന ഒരിക്കലും മറക്കരുത്. ഓക്കെ, അതെന്തായാലും നമ്മൾ ഓർമ്മയിലേ വരും അല്ലേ. അപ്പൊ നിർബന്ധമായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എ ചാർജർ ബോഡി ഈസ് ബ്രോട്ട് നിയർ എ മെറ്റാലിക് ബോഡി എക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ അല്ലെ. എന്താണ് മക്കളെ നോക്കിയോ, എന്താണ് ചാർജ് ഉള്ള ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വസ്തു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോഹ വസ്തുവിന് സമീപം എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു വസ്തുവിന് സമീപം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിന്റെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ച 2 ചാർജിങ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ചാർജിങ് ബൈ ഇൻഡക്ഷനും ചാർജിങ് ബൈ കണ്ടക്ഷനും അല്ലെ. പ്രേരണം വഴിയുള്ള ചാർജിങ്ങും സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങും. അപ്പം സമ്പർക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വരണം, സമ്പർക്കം എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യണം അല്ലെ, തൊടണം. ഇവിടെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രേരണം വഴിയുള്ള ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്നാണ് പറയാ കേട്ടോ. സോ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വേണം നിങ്ങൾ കൊടുക്കാൻ. എന്താണ്? പ്രേരണം വഴിയുള്ള ചാർജിങ് എന്ന് വേണം ആൻസർ കൊടുക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ചാർജ് ഡെവലപ്ഡ് ഓൺ എക്സ്. എക്സിൽ ഉണ്ടാകുന്ന ചാർജ് എഴുതി കൊടുക്കാനാണ് മക്കളെ. നമുക്കറിയാം ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തുണ്ടാവും, ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരുപാട് 10 നെഗറ്റീവ് 10 മൈനസ് ഉണ്ടെങ്കിൽ 10 പ്ലസ് ഉണ്ടാവും. അത് എല്ലാവരും പ്രത്യേകതയാണ്. ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും ഈക്വൽ നമ്പർ അല്ലെ, 10 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് അവിടെ ഉണ്ടാവും, നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ എന്തുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ എഴുതിക്കാണ് 10 നെഗറ്റീവ്സിൽ 1 2 3 4 ഓക്കെ. അതുപോലെ പ്ലസ് ഒക്കെ അടുപ്പിച്ചാ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും അടുത്തടുത്താണ്. ഇവിടെ പ്ലസ് ഇങ്ങനെ നേർന്നല്ലേ, നെഗറ്റീവ് അവിടെ ഇങ്ങനെ ആകെപ്പാടം പറന്ന് നേർന്നൊക്കെ കിടക്കാൻ കേട്ടോ. നെഗറ്റീവും പ്ലസ് ഒക്കെ ഒരേപോലെ. അപ്പം അടുത്തൊരു പ്ലസിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ്സ് ഒക്കെ ഇതിലേക്ക് ആകർഷിക്കും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, നെഗറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇയാളുടെ അടുത്തേക്ക് വരും, ഇതിന്റെ അറ്റത്തേക്ക് വരും. പോസിറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരു സൈഡിലെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ, പോസിറ്റീവ് ആണ് വന്നതല്ലേ. സോ അവരെന്ത് ചെയ്യുന്നു, മറ്റേ അറ്റത്തേക്ക് പോകും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ് കിട്ടേണ്ട എന്താണെന്ന് അറിയാം. ഏതെങ്കിലും ഒരു ബോഡി, ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ ചാർജ് ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ഉള്ള വസ്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിലുള്ള നെഗറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കും. പോസിറ്റീവ്സ് മറ്റേ അടുത്ത് നിൽക്കും കേട്ടോ. അതാണ് നിങ്ങളെ മൈൻഡിലോട്ട് വരുന്ന കാര്യം. ഓക്കെ, അടുത്ത് തൊട്ടിട്ടില്ല. അതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. പ്രേരണം വഴിയില്ല, പ്രേരിപ്പിക്കാണ് അല്ലെ. അതാണ് പ്രേരണം വഴിയില്ല ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സജസ്റ്റ് 3 ways to get protection from lightning. മിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള 3 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ്. 3 മാർക്കാണത്. ശ്രദ്ധിച്ചോ നിങ്ങള്. സോ നിങ്ങൾക്ക് അറിയുന്ന ഏത് 3 നിങ്ങൾക്ക് ഇതിന് എഴുതി കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ടെന്നാണ്
ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. ആ സമയത്ത് അല്ലെ ഭയങ്കര മിന്നലൊക്കെ ഉള്ള സമയത്ത് പോയിട്ട് എന്തെങ്കിലും അല്ലെ വൈദ്യുതോപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഫോൺ ചാർജിലിട്ട് യൂസ് ചെയ്യരുത്. പിന്നെന്താ മെറ്റലിലൊന്നും അല്ലെ നമ്മളെ ജനലിലൊന്നും പോയിട്ട് ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലൊന്നും പിടിച്ചു നിൽക്കരുത്. അതുപോലെ ഭയങ്കര ഹൈറ്റുള്ള അല്ലെ മരങ്ങളുടെ അടിയിൽ പോയി നിൽക്കരുത്. കുറെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, സെറ്റ്. അപ്പൊ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ സമയാസമയം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി വരിക. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ കൂടെ അറിയിക്കണം. കൂടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.